അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടോക്കി. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് കേട്ടോ. നൂൽപുട്ടിന് ഇതാ ഞാൻ പൊടി ഇവിടെ ഒരു തട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടേനി. പിന്നെ അതിക്ക് വെള്ളം കുറഞ്ഞ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വെള്ളം ചൂടാക്കാൻ വെക്കുമ്പോൾ അങ്ങനെ കുമിളകൾ വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കും. അത്ര ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ നൂൽപുട്ടിന് മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എടുക്കൽ. പിന്നെ ചിലർ നല്ല തിളച്ച വെള്ളം കൊണ്ടൊക്കെ മാവ് റെഡിയാക്കി എടുക്കും. നല്ല തിളച്ച വെള്ളം കൊണ്ട് ഞാൻ മാവ് റെഡിയാക്കി എടുത്താൽ എനിക്ക് നൂൽപുട്ട് ഇങ്ങനെ പീച്ചാൽ ചാടാൻ കുറച്ച് ഗതികേടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ് പിന്നെ നൂൽപുട്ടിന് മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കൽ. അപ്പോൾ വെള്ളം പിന്നെ അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനി. അങ്ങനെ പൊടിയൊക്കെ ഇതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പൊടിയാവുമ്പം വെള്ളം കുറച്ച് മതി. നേരെ മറിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പാക്കറ്റ് പൊടി ഉണ്ടല്ലോ, പാക്കറ്റ് പൊടിക്ക് അത്യാവശ്യം നല്ല വെള്ളം വേണം കേട്ടോ. ഇത് നമ്മൾ പാക്കറ്റ് പൊടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം മാവൊക്കെ കുഴച്ച് വെച്ച് പിന്നെ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുന്ന പ്ലേറ്റൊക്കെ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ടേനും അതിൽ ഞാൻ ഓയിലൊക്കെ തടവി കൊടുത്തിട്ട് പിന്നെ നൂൽപുട്ട് പീച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 6 പ്ലേറ്റിലും ഒരുമിച്ച് അങ്ങോട്ട് പീച്ചെടുക്കും കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് തന്നെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും ഗ്യാസുമ്മൽ. അപ്പോൾ വെള്ളം ചൂടാവുമ്പോഴത്തേന് നൂൽപുട്ട് പീച്ചെടുക്കണ പണി കഴിയും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റാൻഡുമ്പോൾ 3 പ്ലേറ്റൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ 3 ആദ്യം വെച്ച് കൊടുക്കും. എന്നിട്ട് അത് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും 3 അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് പിന്നെ വെച്ച് കൊടുക്കും. അങ്ങനെ അത് വെന്ത് വരുമ്പോഴത്തേന് പിന്നെ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിന് ആ പ്ലേറ്റിക്ക് വീണ്ടും നൂൽപുട്ട് പീച്ച് കൊടുക്കും. അങ്ങനെ പെട്ടെന്ന് നൂൽപുട്ടിൻ്റെ പരിപാടി തീരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മാവൊക്കെ ഇതേപോലെ പീച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മാവ് അടച്ചു വെക്കണം. അല്ലെങ്കിൽ അതിങ്ങനെ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ പിന്നെ നൂൽപുട്ട് പീച്ചെടുക്കുന്ന സമയത്ത് നൂൽപുട്ട് ചാടാൻ കുറച്ച് ബുദ്ധിമുട്ടേക്കാരം കേട്ടോ ആ ഹോൾസ് കൂടെ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വെച്ച നൂൽപുട്ടൊക്കെ വെന്തിട്ടുണ്ടേനി. അങ്ങനെ അതൊക്കെ അതിന് മാറ്റിയിട്ട് പിന്നെ ഇതാ രണ്ടാമത്തെ ട്രിപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൂൽപുട്ട് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ പ്ലേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇഡ്ഡലി തട്ടിൽ പീച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പിലുണ്ടാവുമല്ലോ ഒരു പിന്നെ ഇങ്ങനെ കുറേ ഹോൾസ് ഉള്ള ഒരു പാത്രം ഉണ്ടാവില്ലേ, ആ ഒരു പാത്രത്തിൽ നൂൽപുട്ട് പീച്ചെടുത്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ നൂൽപുട്ടൊക്കെ ചുടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ രാത്രി നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ടേനും അതിൽക്കൂടെ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ പുറത്ത് കൂടെ ഒന്ന് പോയി നോക്കിയപ്പോഴാണ് കേട്ടോ നമ്മളെ പപ്പായ മരത്തുമ്മൽ ഇതാ പഴുത്ത് നിൽക്കുന്നുണ്ട് ഒരു പപ്പായ. അപ്പോൾ അത് പറിച്ചെടുത്ത് ഇനിയിപ്പോൾ ഇത് ഇതുമ്പോൾ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിളികളൊക്കെ കൊത്തും. അപ്പോൾ നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അതിമെന്ന് എടുത്ത് പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു മുള്ളൻ ചക്കയും കൂടെ ഉണ്ട് കേട്ടോ, അതേപോലെ കുറച്ച് മൂത്ത് നിൽക്കുന്നത്. അതും ഇതേപോലെ തന്നെയാണ്, കിളികൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കുത്തിയിട്ട് പിന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതും അതിമെന്ന് പറിച്ചെടുക്കണം. ഇത് പിന്നെ കൈ കൊണ്ട് തന്നെ പറിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ മുള്ളൻചക്ക പറിക്കണമെങ്കിൽ തോട്ടിയൊക്കെ കെട്ടിയിട്ട് വേണം. അപ്പോൾ ഞാൻ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും ചായയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. പിന്നെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി കേട്ടോ. ചിക്കൻ കറിക്ക് ഞാൻ തേങ്ങയൊക്കെ അരച്ച് കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മയും നാത്തൂനും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നാത്തൂന് രാവിലെ ഡ്രൈവിംഗ് സ്കൂൾക്ക് പോയിട്ടുണ്ട്. അവൾ രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലേണിംഗ് ആണെന്ന്. അപ്പോൾ കുട്ടികളവിടെ ആക്കാലെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ വന്നതേന്. അങ്ങനെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അതിന് മോൾക്ക് പിന്നെ നൂൽപുട്ട് കൊടുത്തു നോക്കിയിട്ട് ഓളിങ്ങനെ തുപ്പാണ് കേട്ടോ. അപ്പോൾ അത് ശരിക്കും തിന്നണില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചോളാണ്ടി ഉണ്ടായിന് ഇവിടെ, അതെടുത്തിട്ട് ഒന്ന് പിന്നെ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്താണ്ട് ഓൾക്കൊരു കുറുക്ക് രൂപത്തിലാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് മോൾക്കൊരു കുഴപ്പമില്ല കേട്ടോ, ഓളമ്മച്ചി ഇല്ലെങ്കിലും കുറച്ച് നേരമൊക്കെ എണീറ്റിട്ടൊക്കെ. എന്നാലും പിന്നെ അമ്മ ചായയൊക്കെ കൊടുത്തൊക്കെ നോക്കി, എന്നാലും ഒരു കരച്ചിലോ കാര്യമോ ഒന്നുമില്ല കേട്ടോ. ഓളമ്മച്ചിനെ കണ്ടിട്ടില്ലെങ്കിലും ഉമ്മാനെ കണ്ടാൽ മതി, ഉമ്മാനെ കിട്ടിയാൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ചൂടാറിയിട്ട് ഇതാ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ടേബിളും എത്തിയിട്ടുണ്ട്. കഴിക്കൂലെന്നൊന്നും അറിയില്ല. പിന്നെ ഓൾക്ക് അങ്ങനെ എന്നെ ഫുഡൊന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ കഴിക്കണതൊക്കെ ഓളും കഴിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഓൾ വായാട്ടിത്തരും. അങ്ങനെ നമ്മൾ കഴിക്കണതൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ നൂൽപുട്ട് എന്താണെന്ന് അറിയില്ല, നൂൽപുട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തുപ്പേനും. അപ്പോൾ ഏതായാലും ഞാൻ ചൊളാണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൾക്ക് കൊടുക്കുകയാണ്. ഈ ചെറിയ കുട്ടികളെ ഫുഡ് കഴിപ്പിക്കാൻ നല്ല പാടാണല്ലേ. കുറച്ചും കൂടെ ഒക്കെ ചെറുതാണെങ്കിൽ നമ്മൾ കാലുമലൊക്കെ കടത്തിയിട്ട് പിന്നെ അങ്ങനെ വായിൽ വെച്ച് കൊടുക്കും. ഇത് ഇത്ര വലിപ്പമാകുമ്പോൾ പിന്നെ ഓർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പാത്രമൊക്കെ ഓർക്ക് വേണ്ടി വരും. ഓർക്ക് തന്നെ ഒറ്റയ്ക്ക് കഴിക്കണം അങ്ങനെയുള്ളൊരു തോന്നലൊക്കെയാണല്ലോ അല്ലേ.
അപ്പോൾ അതിന് മോൾ ഇതാ ഞാൻ കുറച്ച് പാലും വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിടിച്ച് വലിച്ച് വാങ്ങണുണ്ട് എൻ്റെ അടുത്തുനിന്ന്. ഓൾ ഒറ്റയ്ക്ക് കഴിക്കാമെന്നാണ് ഓൾ പറയണത്. അപ്പോൾ ഞാൻ ആ സ്പൂൺ കൊടുത്തപ്പോൾ പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് ഇളക്കണ പോലെ അതിലിട്ടിട്ട് അങ്ങനെ കുറേ നേരം ഇളക്കി അങ്ങനെ നിന്ന്. പിന്നെ ഒറ്റയ്ക്ക് വായിക്ക് കൊണ്ടുപോകണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ വായിലെത്തണമൊന്നുമില്ല, പിന്നെ പകുതി ചിന്തി പോവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ആ കളിൻ്റെ ഇടയിൽ കൂടെ വായിലിങ്ങനെ കുറുക്ക് കൊടുക്കണമുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ കഴിച്ച്, പിന്നെ കുറച്ചൊക്കെ ഇടയിൽ കൂടെ ഒക്കെ തുപ്പണമൊക്കെ ഉണ്ടായിന്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഓൾ കഴിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വിശക്കണീന് കൊടുത്തു കഴിഞ്ഞാൽ ഓലെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല, അങ്ങനെ ഇരുന്ന് കളിച്ചോളും. വിശപ്പ് ശരിക്കും മാറിയിട്ടില്ലെങ്കിൽ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കൂലേ ചെറിയ കുട്ടികളാവുമ്പോൾ. അപ്പോൾ ഇത് കോരി കൊടുത്തിട്ട് ഓളെ വയറങ്ങനെ നിറക്കട്ടെ, എന്നാൽ പിന്നെ ഓളങ്ങനെ ഇരുന്നിട്ട് കളിച്ചോളും. അങ്ങനെ അയിനൂസിന് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഓളെ കഴുകി പിന്നെ ഉമ്മാൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മീനൊക്കെ ഉണ്ടായിന് നന്നാക്കാൻ, അതൊക്കെ ഉമ്മ നന്നാക്കി തന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി വേഗം കറി ഉണ്ടാക്കുന്നത് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന്. പരിപ്പ് ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. ഒരു വിസിലൊക്കെ അടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തതേന് കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പരിപ്പ് ആദ്യം വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം ഉണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ. ചിലപ്പം പരിപ്പും പച്ചക്കറികളും ഒരു സമയത്ത് തന്നെ വേവിക്കാൻ വെച്ചാൽ പരിപ്പ് വെന്ത് കിട്ടൂല, പച്ചക്കറികൾ നല്ലോണം വേവ് ആവും ചെയ്യും. ചില ടൈമിൽ അങ്ങനെ വരലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ. ആദ്യം പരിപ്പ് ഒരു വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കും. ആ ഒരു സമയം കൊണ്ട് വേഗം അതിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ റെഡിയാക്കും ചെയ്യും. പിന്നെ കുറേ പച്ചക്കറികളൊന്നും ഇല്ല കേട്ടോ, ഉള്ളതൊക്കെ വെച്ചാണ്ട് ഒരു സാമ്പാറാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. വെള്ളരിക്ക ഉണ്ട്, കുമ്പളങ്ങ ഉണ്ട്, പിന്നെ തക്കാളി, ഉരുളക്കിഴങ്ങ്, പിന്നെ ചേമ്പ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടുള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതേപോലെ ഒരു വിസിലും കൂടെ അടുപ്പിച്ചിട്ടാണ് വേവിച്ചെടുക്കും. നല്ല വേവുള്ളതൊന്നും ഇല്ല ഇതിൽ, ഒക്കെ വേവ് കുറഞ്ഞ ഐറ്റംസ് തന്നെയാണ് ഇട്ടുള്ളത്. പിന്നെ ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് പിന്നെ സാമ്പാറും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ മതി, അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ആകെ വെന്ത് ഉടഞ്ഞു പോവും. അപ്പോൾ ഞാൻ ഒരു വിസിലടിച്ചിട്ട് പിന്നെ അത് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞ് പിന്നെ 2-3 വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞിട്ട് അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ അതിലേക്കുള്ള പുളിയും പിഴിഞ്ഞിട്ട് പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ സാമ്പാർ. ഇനി ഇതൊന്ന് കടുക് വറുത്തെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചെറിയൊരു കായത്തിൻ്റെ കഷ്ണം ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ കണ്ടിട്ടില്ല. കായപ്പൊടിയോ കായത്തിൻ്റെ കഷ്ണമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ മീനും പൊരിച്ചെടുക്കുന്നുണ്ട്. മാന്തൾ മീനാണ് കേട്ടോ ഒന്ന് കിട്ടിയത്. അപ്പോൾ അതിവിടെ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടേനി. അത് അപ്പുറത്തെ അടുപ്പിൽ പൊരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോറിനുള്ള കൂട്ടാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്നലെ ഞാനൊരു കമൻറ്റ് വായിച്ചിട്ടോ, ഭയങ്കര സന്തോഷമായി എനിക്ക് ആ കമൻറ്റ് വായിച്ചപ്പം. നമ്മളെ വീഡിയോ കണ്ടിട്ട് കാറ്ററിംഗ് ഒക്കെ തുടങ്ങി, പള്ളിക്ക് 20 കിലോ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഓർഡറൊക്കെ കിട്ടലുണ്ട്, അങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മളെ വീഡിയോ കണ്ടപ്പം അങ്ങനെ ചെയ്യാനൊരു പിന്നെ എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ആയില്ല അത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ ചെയ്യുന്നത് പോലെ വേറൊരാളും ചെയ്ത് അവർക്ക് 10 പൈസ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്കും കൂടെ കിട്ടൂലേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഉള്ള കഴിവ് വെച്ചിട്ട് എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക അതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അല്ലാതെ എനിക്കൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും മാറി നിൽക്കരുത്. കഴിയുന്ന ജോലികൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് നമുക്ക് നമ്മളെ രീതിയിൽ ആയിട്ടുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് നമ്മളെ ആവശ്യത്തിന് ആരും മുന്നിലും കൈ നീട്ടണ്ടല്ലോ. അപ്പോൾ ഒരു പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോണ്ടിട്ടോ ഞാനാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ തന്നെ അനുഷ ഹരീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയിൽ നിന്ന് അതേപോലെ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കൂട്ടുകാരിയാണ്.
വീട് എവിടെയെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും പിന്നെ ആർക്കും അങ്ങനെ ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനൊന്നും കഴിയില്ലേനി. അപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് 20 ആൾക്കോ 15 ആൾക്കായിട്ട് ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനത്തെ കമൻറ്റൊക്കെ കാണുമ്പോഴും. അപ്പോൾ നമുക്ക് തോന്നുകയാണ് നമുക്കൊന്നിനും കഴിയില്ല എന്നുള്ളത്. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിജയത്തിലെത്തുന്നത് വരെ പരിശ്രമിക്കുക. അപ്പോൾ എന്തായാലും ആ വിജയത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെ നമ്മളെ സാമ്പാറൊക്കെ റെഡിയായി. സാമ്പാറൊക്കെ ഞാൻ കടുക് വറുത്തൊക്കെ ചെയ്തു. പിന്നെ അതാ ഒരു മുള്ളൻ ചക്ക ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ, അതൊക്കെ പറിച്ച് കൊണ്ടുവന്നിക്കണം കേട്ടോ. അപ്പോൾ അത് പഴുത്തിട്ടില്ല, അത് പൊട്ടിയിട്ടാണ് കേട്ടോ കിട്ടിയത്. പിന്നെ മേലെ ആയതുകൊണ്ട് തോട്ടിയിട്ട് ചാടിച്ചപ്പം അങ്ങനെ നിലത്ത് ചാടിയപ്പോൾ പൊട്ടിയതാണ്. അപ്പോൾ എന്തായാലും അതവിടെ വെച്ചിട്ടുണ്ട്. ഉമ്മാക്ക് വേണം, ഉമ്മ പോകുമ്പോൾ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ കറുത്തിയുണ്ട്, അത് നമുക്ക് പിന്നെ വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ ആയിട്ട് ഇതാ നമ്മളെ പിന്നെ ഐഫക്കുട്ടിക്കും മോളൂസിനും ഫുഡൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. ആങ്ങളിൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ മോളൂസിന് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഐഫക്കുട്ടി വാരി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓളിതാ അവിടെ കൊണ്ടുവന്നിട്ട് വാരി കൊടുക്കുന്നുണ്ട്. ഓല് രണ്ടാളും ഉമ്മച്ചിയും കുട്ടിയാണ് കേട്ടോ. ഐഫക്കുട്ടി ഉമ്മച്ചിയും മോളൂസ് കുട്ടിയാണ്. അപ്പോൾ കുറേ നേരമായിക്കണ് കളി തുടങ്ങിയിട്ട്. പിന്നെ വീടുണ്ടാക്കിയിട്ടും അതേപോലെ ഓരോ കുട്ടികളെ വെച്ചിട്ടും കുറേ പച്ചക്കറികൾ അരിഞ്ഞിട്ടും അടുപ്പത്ത് വെച്ചിട്ടും വേവിച്ചിട്ടും ഒക്കെ നല്ല കളിയാണ് കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ഞാനും തിരക്കിലല്ലേ. പിന്നെ ഓരോ ഉമ്മച്ചി ഉച്ചക്കായപ്പോൾ തന്നെ വന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളും എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇതാ ഒരു പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ നമ്മളെ പപ്പായ രാവിലെ പറിച്ച് വെച്ചിരുന്നല്ലോ, അത് മുറിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഓർക്കും. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയില്ല കേട്ടോ. ചായ ഇപ്പം ചൂടല്ലേ, അപ്പോൾ ചായനെക്കാട്ടിൽ നല്ലത് ജ്യൂസല്ലേ. അപ്പോൾ ഇവിടെ പേരക്ക ഉണ്ടേനും, പേരക്ക വെച്ചാണ്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പപ്പായ മുറിച്ചിട്ട് അതും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചൂടാവുമ്പോൾ അങ്ങനെ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ നല്ലത്. പിന്നെ ഇത് വളമൊന്നും ഇടാതെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായി പിന്നെ പഴുത്ത് വന്നതല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പോൾ ഏറ്റവും നല്ലതാണ്. പിന്നെ അതേപോലെ ഉമ്മാക്ക് ഇതിൻ്റെ കുരു വേണം പറഞ്ഞിട്ട് ഞാൻ ഒരു കവർക്കാക്കിയിട്ട് ഇതിൻ്റെ കുരു എടുക്കുകയാണ് കേട്ടോ, എന്നാൽ കുഴിച്ചിടാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ടാവലുണ്ട് കേട്ടോ പപ്പായ. ഇപ്പോൾ കുറച്ച് കുറവാണ്. ഞാനിങ്ങനെ പുല്ലിനൊക്കെ മരുന്നടിച്ചപ്പം അതിൻ്റെ വേരുമ്മലൊക്കെ തട്ടിയിട്ടൊക്കെ വാടിപ്പോയതാണ്. നല്ലോണം ഉണ്ടായിന് കേട്ടോ, വലിയ വലിയ പപ്പായക്കാരം. കഴിഞ്ഞ വർഷത്തെ നോമ്പിനൊക്കെ അതേപോലെ വലുതൊന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് അടിക്കാനും ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാനും ഒക്കെ ഉണ്ടാവലുണ്ട്. ഇപ്പോൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ മരങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെ ആവശ്യത്തിന് നമുക്ക് വേറെ എവിടെയും പോകണ്ട, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ പപ്പായൻ്റെ നടുവശം മുറിച്ചിട്ട് ഒരു പീസ് എടുത്തിട്ടതാ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഭാഗം ഞാൻ അവിടെ വെച്ചിരിക്കണം കേട്ടോ, കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഒരുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പേരക്ക ജ്യൂസ് ഉണ്ടാക്കിയെന്ന്, അങ്ങനെ പേരക്ക ജ്യൂസും പപ്പായൊക്കെയാണ് കേട്ടോ ഒരുക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് തീരൽ, അതേപോലെ ഫുഡൊക്കെ എപ്പോഴാണ് ആവൽ, നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേൽക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാറ്ററിംഗ് ഇപ്പോൾ കിട്ടലില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാറ്ററിംഗ് ഇപ്പോൾ കുറേ അയക്കണം കേട്ടോ കിട്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഉമ്മാൻ്റെ കൈവേദന മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാൻ്റെ കൈവേദന പൂർണ്ണമായിട്ട് മാറിയിട്ടപ്പം ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഓരോക്കെ ഫിസിയോതെറാപ്പി ചെയ്യാനേന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ മുഹമ്മദ് കുട്ടി ഡോക്ടറെ കാണിച്ചപ്പോഴാണ്, അല്ല മൊയ്തീൻ കുട്ടി ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞതും കയ്യുമ്പോൾ അങ്ങനെ ചെറിയൊരു പാടുണ്ടെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു ഇഞ്ചക്ഷനൊക്കെ വെച്ച് മരുന്നൊക്കെ തന്നപ്പോൾ എന്തായാലും ഉമ്മാൻ്റെ കൈവേദനയൊക്കെ ശരിക്കും മാറിയിട്ടോ, അപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ അതാ അമ്മയും കുട്ടികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ, നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ കാണാം.